ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പാൽ കേക്കാണ്. ചായക്കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റുള്ള പാൽ കേക്കാണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. ഇത് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ സ്റ്റൗവിലേക്ക് സോസ് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കാം. പിന്നെ 1 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഷുഗർ എടുത്ത അതേ കപ്പിലാണ് ഞാൻ 1 കപ്പ് വെള്ളം എടുത്തിട്ടുള്ളത്. ഇനി ഒന്ന് ഷുഗർ നന്നായി മെൽറ്റായി വരട്ടെ. തിക്കായി ഒന്നും വരണ്ട, ഒന്ന് ഷുഗർ നന്നായി മെൽറ്റായി വന്നാൽ മതി. അപ്പോൾ ഇവിടെ ഷുഗർ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് പാൽ കേക്ക് തയ്യാറാക്കാൻ ആദ്യം ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് 1 മുട്ട ഇട്ട് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഷുഗർ പൗഡറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഷുഗർ പൗഡർ ഇല്ലെങ്കിൽ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. പിന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യിൻ്റെ പകരം നമുക്ക് വെജിറ്റബിൾ ഓയിലോ ബട്ടറോ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഷുഗർ ഒന്ന് മെൽറ്റായി വരുന്ന വരെ ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഒരുപാട് ബീറ്റ് ചെയ്യൊന്നും വേണ്ട. ഇനി നമുക്കതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ ഏലക്കായ് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായി കൈയും കൊണ്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇവിടെ മാവ് നല്ല ഡ്രൈ ആണ്. ഇനി ഇതിലേക്ക് ചെറു ചൂടുള്ള പാൽ ഒഴിച്ച് ചപ്പാത്തിക്ക് കുഴച്ചെടുക്കണ പോലെ ഒന്ന് കുഴച്ചെടുക്കണം. പാലിൻ്റെ പകരം നമുക്ക് ചെറു ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ടും കുഴച്ചെടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചിട്ടാണ് കുഴച്ചെടുത്തിട്ടുള്ളത്. ഒരുപാട് ലൂസാവാണ്ട് വേണം നമുക്കിത് കുഴച്ചെടുക്കാൻ. ലൂസായാൽ കുറച്ച് പൊടി ഇട്ടിട്ട് പിന്നെ നന്നായി ഒന്ന് കുഴച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഇവിടെ മാവ് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് നന്നായി പരത്തിയെടുക്കാം. ഒരുപാട് പൊടിയൊന്നും വേണ്ട, കുറച്ചിട്ട് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് പരത്തിയെടുക്കാം. ഇത് കുറച്ച് കട്ടിയിൽ വേണം ഇത് നമുക്ക് പരത്തിയെടുക്കാൻ. അപ്പോൾ ഇത്ര കട്ടിങ്ങിൽ വേണം നമുക്ക് പരത്തിയെടുക്കാൻ. ഇനി നമുക്ക് കത്തിയോ കട്ടറോ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാം. ഇനി നമുക്കിതെടുത്ത് ഓരോന്നായി സൈഡൊക്കെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നമുക്ക് എല്ലാതും ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ എല്ലാതും ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഓയിൽ ചൂടാവാൻ വെച്ചിട്ടുണ്ട്.
ഓയിൽ ചൂടായാൽ അതിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഓയിൽ ഒരുപാട് ചൂടാവാൻ പാടില്ല. ചെറിയ ചൂടിൽ വേണം നമുക്കിത് ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉള്ളു വെന്ത് കിട്ടില്ല. ഇത് നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരു സൈഡായി കഴിഞ്ഞാൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ചെറു ചൂടുള്ള ഷുഗർ സിറപ്പിൽ വേണം ഇതിട്ട് കൊടുക്കാൻ. ഇതൊരു 5 മിനിറ്റ് നമുക്ക് സോക്ക് ചെയ്തെടുക്കാം. ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിത് എടുത്ത് മാറ്റാം. അപ്പോൾ ഇവിടെ നമ്മുടെ പാൽ കേക്ക് റെഡി ആയിട്ടുണ്ട്. ചായക്കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റും സോഫ്റ്റുമാണ്. കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതെല്ലാവർക്കും വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇനി ഞാൻ നല്ല വീഡിയോസുമായി വരാം. താങ്ക് യു. ബൈ.